എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച അല്ലായിരുന്നു. അപ്പോൾ അതിരിക്കുട്ടനെയും കൊണ്ട് ഇവിടെ അടുത്തുള്ള വില്ലേജിലേക്ക് പോവുകയാണ് കേട്ടോ. പോയ വഴിക്ക് വേസ്റ്റ് എല്ലാം എടുത്തിരുന്നു. അപ്പോൾ താഴെയുള്ള ബലദിയ ഡ്രമ്മിലോട്ട് കളയാലോ എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. അപ്പം അതേ അതിരിക്കുട്ടൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഗണ്ണാണ്. അപ്പം കടലിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് അതിലിങ്ങനെ ചീറ്റി അവിടെ എല്ലാം ഒഴിച്ച് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതും എടുത്തുകൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വേസ്റ്റ് കളയാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി താഴെ വീണായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ആ കുപ്പി നമ്മുടെ അച്ചുക്കുട്ടി അത് പുറകിൽ വന്നു എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അവൾ അത് എടുത്തുകൊണ്ട് വന്ന് ആ ബൽദിയ ഡ്രമ്മിലോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇച്ചിരി കുറച്ച് അപ്പുറത്തോട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 5 മണിയായപ്പോഴാണ് പോയത്. അതുകൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ കടലിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കിയപ്പോൾ കാണാൻ ഒരു ഹസ്കി ഉണ്ടോ അതുവഴി പോകുന്നതാണ്. നല്ല രസമായിരുന്നു അവനെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വില്ലേജിലോട്ട് വന്നു. അപ്പോൾ ഒരുപാട് ഇരുട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴാണ് കാണാൻ ഭംഗിയുള്ളത്, ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊരു 6-6:15 ആയപ്പോഴത്തേക്കും അതിനകത്തേക്ക് കയറി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഊടുവഴികൾ പോലെ എല്ലാം അങ്ങോട്ടെല്ലാം കയറിപ്പോയാൽ കുറേ ഷോപ്പിംഗ് മാളുകളാണ്, അല്ലെങ്കിൽ കടകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ വിശാലമായൊരു സെറ്റി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇച്ചിരി നേരെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനപ്പുറത്തോട്ട് ഒരു ചെടി കാണുന്നുണ്ടോ? അത് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ രുദ്രാക്ഷം ചെടി ഉണ്ടല്ലോ, രുദ്രാക്ഷം, അതിൻ്റെ ഇല പോലെ എനിക്ക് തോന്നി. പക്ഷേ എന്ത് ചെടിയാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ എന്തായാലും ഒറിജിനൽ ചെടിയാണത് കേട്ടോ. പിന്നെ നമ്മൾ അകത്തേക്ക് നടന്നു. നമ്മൾ നേരത്തെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ആളുകളൊക്കെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഇവിടെ എല്ലാം വരുന്നത്. അപ്പോൾ കടകളെല്ലാം ഇങ്ങനെ അവർ ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ദേ കാണുന്ന അവിടെ ഒരുപാട് ഹോട്ടലുകളും അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ, വെറൈറ്റി ഫുഡുകൾ കഴിക്കുന്ന കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു എന്താണ് പറയുന്നത്, ഒരു പുറത്തിരുന്നല്ലേ ഇവിടെ ഉള്ളവരെല്ലാം കഴിക്കുന്നത്. അവർക്കെല്ലാം ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുകളിലെല്ലാം കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ടാർപ്പ എന്നൊക്കെ പറയും. നിങ്ങളിപ്പോൾ ഈ ആകാശം ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ആകാശം ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ കാണുന്ന ബസ് അതിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ അത് കണ്ടപ്പോൾ അതിലൊന്ന് കയറണമെന്നൊരാഗ്രഹം. അത് അവിടെയെല്ലാം ഒരു 3 റൗണ്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി കാണിക്കുന്നതിന് ഒരാൾക്ക് 1.5 റിയാലാണ് കേട്ടോ. അപ്പോൾ അതിരിക്കുട്ടനും വേറെ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അതിരിക്കുട്ടൻ്റെ അതേ പ്രായമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മുകളിലത്തെ നിലയിൽ കയറി ഇങ്ങനെ കറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഏകദേശം ഇവിടുന്ന് അങ്ങേയറ്റം, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങേയറ്റം, അങ്ങനെ ഒരു 3 പ്രാവശ്യം കൊണ്ട് കുട്ടികളെ ഇങ്ങനെ കറക്കും. കുട്ടികളെ മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും അതിൽ കയറി യാത്ര ചെയ്യാം. പിന്നെ അവിടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഐസ്ക്രീം ചീസ് കേക്ക് ഇങ്ങനെ ഉള്ള ഒരു കട ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെന്നാൽ അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെയാണെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ അതിൽ നിന്നെല്ലാം നമുക്കൊരു സ്പൂണിൽ കുറച്ച് തന്നു. അപ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ഒരു പോപ്കോണും ഒക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം ചീസ് കേക്ക് മേടിച്ചു. അതിനുശേഷം അതിനകത്ത് ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അതിരിക്കുട്ടന് ആ ചീസ് കേക്കിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ പോപ്കോൺ ആയിരുന്നു കേട്ടോ. അപ്പം പല പിസ്ത ഉണ്ടായിരുന്നു, സ്ട്രോബെറി ഉണ്ടായിരുന്നു, പല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളുള്ള ഐസ്ക്രീം ചീസ് കേക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനും അത് ആസ്വദിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഏത് ഫുഡായാലും സമാധാനപരമായിട്ട് ഒന്ന് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത് അല്ലേ, അതൊരു റിലാക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക എന്താ പറയുന്നത്, ഒരു അനുഭവമാണത്. ഞാൻ ഏത് ഫുഡ് കിട്ടിയാലും പതുക്കെ സമാധാനത്തോടെ ചവച്ചരച്ച് ടേസ്റ്റ് ചെയ്ത് പെതുക്കിയേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു സജ്ജീകരണങ്ങളൊക്കെ അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പൈസ മാത്രം അടച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായാലും നമുക്ക് കുറച്ച് നടക്കാനായാലും എല്ലാത്തിനും ഇഷ്ടം പോലെ, അതേപോലെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കഴിക്കാനായാലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആകാശം കണ്ടു, മുകളിലോട്ട് നോക്കിയാൽ നീല കളർ നീലാകാശം. പക്ഷെ ഇപ്പോഴല്ല, ആ ടാർപ്പയുടെ മുകളിൽ കൂടി നോക്കുമ്പോൾ നീലാകാശം, നമ്മൾ നീല ടാർപ്പിട്ടേക്കുന്ന കണക്കാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വന്നു, വണ്ടിയുടെ അടുത്ത് വന്നു. അപ്പോൾ അങ്ങ് ദൂരെ ആ കടലിൻ്റെ അങ്ങ് കണ്ടോ, അത് അൽമൗജിയിൽ നിന്ന് വന്ന കപ്പൽ കണ്ടോ, കെട്ടുവള്ളം പോലത്തെ ആ കപ്പലാണ്. കപ്പലല്ല, പറഞ്ഞത് തിരിഞ്ഞു പോയി, കെട്ടുവള്ളം പോലത്തെ ബോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ അൽമൗജിൽ പോയിട്ടിപ്പോൾ കുറേ ദിവസങ്ങളായി. ഇനിയിപ്പോൾ ഒരു ദിവസം താമസിയാതെ തന്നെ അൽമൗജിലൊന്ന് പോകണം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ നമുക്ക് പെട്ടെന്ന് പോയി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാണാൻ ദൂരെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ലുലു മോളിലോട്ട് വന്നു. അപ്പം ലുലുവിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഫിഷൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി വലിയ കൊഞ്ച് കണ്ടോ, വലിയ കൊഞ്ചുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മേടിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഏലക്കയിട്ട ചായയായിരുന്നു. അതിനൊരു പ്രത്യേക രുചിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ടേക്ക് കെയർ.